യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അതിരാവിലെ തന്നെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുന്നിൽ ദൈവവചനം വായിച്ചുകൊണ്ടും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ ദൈവം നമ്മളെ അനുവദിച്ചതിനും ആ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നതിനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യായുടെ പുസ്തകം 8-ാം അധ്യായം 13-ാം തിരുവചനം. സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ. ദൈവമായ കർത്താവിനെ പരിശുദ്ധനായിട്ട് തന്നെ കരുതണം. ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവം നമുക്കില്ല. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവ് തന്നെയാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ പരിശുദ്ധനായി തന്നെ നമ്മൾ കാണുകയും ചെയ്യണം. നമ്മൾ അവിടുത്തെ നോക്കി ഭയപ്പെടുമ്പോൾ ആ ദൈവത്തിനെ നമ്മൾ അപ്പൻ്റെ സ്ഥാനം കൊടുത്ത് വിലമതിക്കുമ്പോൾ ആ ദൈവം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരും. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി യേശുക്രിസ്തു ആ ദൈവത്തെ കർത്താവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്കും ആ ദൈവത്തെങ്കിലേക്ക് കൈകൾ ഉയർത്താം. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ആ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് മാറ്റിത്തരട്ടെ. നിങ്ങളെ ഇന്നു മുതൽ അനുഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.